നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറെ ദിവസം കൂടി ഇന്ന് ആ മുഖം ഒന്ന് തെളിഞ്ഞു കാണുന്നു. വലിയ ഹാപ്പിയില്ല നിന്റെ വല്യേച്ചി. ഒരുപാട് സന്തോഷിച്ചാ അതിലിരട്ടി സങ്കടപ്പെടേണ്ടി വരുമെന്നാ പറയാറ്. സത്യം പറഞ്ഞ ഞാനിപ്പോ ഓർത്തോണ്ടിരുന്നത് മറ്റൊരു കാര്യമാ. നമ്മൾ അന്നൊരു ദിവസം മേഘനാഥനെയും ഭവാനിയമ്മയും കണ്ടിരുന്നില്ലേ? ആ കാര്യം ചേച്ചിയോട് പറഞ്ഞാലോന്നാ ഞാനിപ്പോ ആലോചിക്കുന്നേ. എന്റെ ഭഗവാനെ, നിനക്ക് എന്താടി ഭ്രാന്ത് പിടിച്ചോ? അന്നേ നമ്മള് ശപഥം ചെയ്തതല്ലേ ഇത് മറ്റാരും അറിയരുതെന്ന്. നീ മറന്നു അതെല്ലാം? മറന്നിട്ടല്ല, നമ്മള് പറയാതിരുന്നിട്ട് ചേച്ചി അയാളുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടാലോന്ന് ആലോചിച്ചിട്ടാ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാ മതി. അതല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടു എന്നെങ്ങാനും പറഞ്ഞ പിന്നെ ചേച്ചിയുടെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. അതോടെ തീരും ഈ സന്തോഷവും സമാധാനവും എല്ലാം. പിന്നെ ഒരിക്കലും ചേച്ചിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയില്ലെന്നുള്ളത് ഉറപ്പാ. ചേച്ചിക്ക് മാത്രമല്ല, നമുക്കും. എനിക്കറിയാം, പക്ഷേ ചേച്ചി അയാളുടെ മുന്നിൽ ചെന്ന് പെടുമെന്നൊരു തോന്നല്. എന്നുവെച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോടി? ഞാനിത് പറഞ്ഞ കുഞ്ഞിച്ചി കൂടി വിഷമിക്കേണ്ടി വരുമല്ലോ ഈശ്വര. എന്താണെങ്കിലും നീ എന്നോട് പറ. കുഞ്ഞേച്ചയല്ലേ ചോദിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഞാൻ അതുപോലൊരു സ്വപ്നം കണ്ടു. നമ്മുടെ വല്യേച്ചി അയാള് അയ്യേ, കുഞ്ഞോള് കരയുവാണോ? ദേ നോക്കി, നീ വിഷമിക്കാതെ. പണ്ട് അയാളെ കണ്ട കാര്യം ഇപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് കൊണ്ടാ ഇങ്ങനത്തെ ദുർചിന്തകളൊക്കെ തോന്നുന്നത്. വല്യേച്ചി അയാൾ എന്തെങ്കിലും ചെയ്ത? ഒരിക്കലുമില്ല. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ മക്കളാ നമ്മള്. സുഭദ്രാമ്മ വളർത്തിയ മിടുക്കികൾ. നമ്മൾ ഒരിക്കലും തോറ്റുപോവില്ല എന്ന് വേണം വിചാരിക്കാൻ. മേഘനാഥനുമായി നേരിൽ കാണേണ്ട ഒരു സന്ദർഭം വന്നാൽ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് തന്നെ അതിനെ നേരിടാൻ പറ്റുമെന്ന് സ്വയം ധൈര്യപ്പെടുത്തണം. ഇനി നമ്മളായിട്ട് വല്യേച്ചിയോട് ഒരു കാര്യവും പറയാൻ പാടില്ല. ആ സന്തോഷം കെടുത്തി കളഞ്ഞൂടാ. ഇനി ഇപ്പൊ അയാള് ചേച്ചിയെ കണ്ടുമുട്ടുമെന്ന് തോന്നിയാൽ ചേച്ചി അറിയാതെ തന്നെ നമ്മൾ പ്രതിരോധിക്കണം. മനസ്സ് വെച്ചാ എനിക്ക് നിനക്കും അതിന് കഴിയും. മനസ്സ് വയ്ക്കും നമ്മള്. എന്താ, ശരിയല്ലേ? ആ ശരി ശരി, നീ ക്ലാസ്സിന് പോവാൻ നോക്ക്. സമയം കളയണ്ട. വല്യേച്ചി ആ ഫംഗ്ഷനിൽ പങ്കെടുക്കണം. പക്ഷേ അയാളെ കാണാനും പാടില്ല. അതിനെന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ. ഉപേന്ദ്രവർമ്മ സാർ അവിടെ നിൽക്കുന്നു. എവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.